ആലോചിച്ചിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ ഇവിടെ ഒരു ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹു അവരൊക്കെ ആഹ്റം സന്തോഷകരമായി കൊടുക്കും. ഒരാളെ ഭാര്യ പണ്ട് പെട്ടെന്ന് മരിച്ചു. അപ്പോൾ ഓൻ പിന്നീട് പറയാണ്, ഉസ്താദേ ഇത്ര പെട്ടെന്ന് അവൾ മരിക്കുമെന്ന് ആലോചിച്ചില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി കൊടുക്കുക സ്നേഹം കൊടുക്കായിരുന്നു എന്ന് വിചാരിച്ചിട്ട് എന്താ കാര്യം? ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഭാര്യ പറയാണ്, ഉസ്താദേ ഇത്ര പെട്ടെന്ന് മൂപ്പരെ മരിക്കുമെന്ന് ആലോചിച്ചില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒക്കെ മൂപ്പരെ ബഹുമാനിക്കായിരുന്നു എന്ന് വിചാരിച്ചിട്ട് എന്താ കാര്യം? പണ്ട് മയ്യത്തിന് കഫൻ തുണി വാങ്ങാൻ വേണ്ടി ഒരു ചങ്ങായി അയച്ചു. ഓൻ പോയി കൊണ്ടുവന്ന് നോക്കുമ്പോൾ പറ്റ കോറ തുണി. അപ്പം മയ്യത്തിനെ പൊതിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, എന്ത് തുണിയാണോ നീ വാങ്ങിയത്, ഒരു നല്ല തുണി വാങ്ങണ്ടേ? അപ്പോൾ ഓൻ പറഞ്ഞു, ഇതിങ്ങനെയാണ് പോട്ടെ, നീ ഇയാൾക്ക് പിന്നെ ഇപ്പോൾ വേറെ കൊടുക്കരുത്. നമ്മളെ ഓരോരോ മിനിറ്റും ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു വെച്ചിട്ട് നന്നാക്കി പോകാൻ വേറെ സമയം കിട്ടുമോ? നമ്മളൊക്കെ ഓർമ്മിച്ചു വെക്കാം ഹബീബ് റസൂലുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലോകത്ത് നമ്മൾ ആദരിക്കപ്പെടുന്ന ഏതൊരു മഹാനെടുത്ത് പരിശോധിച്ചാലും സുബഹിയോട് അടുത്ത സമയം എഴുന്നേറ്റുകൊണ്ട് ഇബാദത്തെടുക്കുന്ന ചരിത്രം എല്ലാവരുടെ ചരിത്രത്തിലും കാണാം. ചിത്താരി ഉസ്താദ് ഇപ്പോൾ വഫാത്തായി. കഴിഞ്ഞ മൂപ്പരിൽ 7-ന് ഞാൻ അൽമക്കറിൽ പോയി. അവിടുത്തെ അനുസ്മരണത്തിലും ദുആയും ഒക്കെ കൂടിയിട്ട് ചിത്താരി ഉസ്താദിന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അവിടുത്തെ 6 പെൺമക്കളും 5 ആൺമക്കളും അവരെ പുതിയാപ്പിളാരും എല്ലാവരും ഉണ്ട്. അപ്പൊ എന്റെ കൂടെ എന്റെ ഭാര്യയും ഉണ്ട്. ഞങ്ങൾ അവിടെ ഒരു കുടുംബമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത് കൊണ്ട്, സ്ത്രീകൾ തമ്മിലും കൂടി ബന്ധമുള്ളത് കൊണ്ട് ഞങ്ങളവിടെ വീട്ടിൽ പോയി. സുബ്ഹാനല്ലാഹ്, വീട്ടിൽ വന്നിട്ട് ഒന്ന് ദുആ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പെൺമക്കൾ പറയാണ്, ഉസ്താദെ, എന്നെ വിളിച്ചൊരു ഉസ്താദെ, ഞങ്ങളെ ഉപ്പ ഇവിടെ വീട്ടിലുള്ള സമയത്ത് സുബഹിന്റെ 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് വുളൂ ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉപ്പ പതിവായിട്ട് ഒരു ജുസ് ഖുർആൻ ഓതാറുണ്ട്. ഒരു ജുസ് ഖുർആൻ ഓതാറുണ്ട്. മൂത്ത മോള് പറയുകയാണ്, ഉപ്പ ഒരു 10 ദിവസം കൂടുമ്പോൾ ഉപ്പ ഒരു ഖതം തീർക്കാറുണ്ട്. 10 ദിവസം കൂടുമ്പോഴേക്കും ഉപ്പ ഒരു ഖതം തീർത്ത് ഓതാറുണ്ട്. അല്ലാഹ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരുടെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അള്ളാഹുവിന്റെ വലിയങ്ങളിൽപ്പെട്ട ആളാണോ, ആലിമീങ്ങളിൽപ്പെട്ട ആളുകളാണോ നാം പിന്തുടരപ്പെടുന്ന ആളുകളെ ആരെ പരിശോധിച്ചാലും സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ്, അള്ളാഹു ഇസ്സത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, മർക്കസിലെ അവസാനം വന്ന് ഉറങ്ങുന്ന ആൾ എ.പി. ഉസ്താദ്. നമുക്കറിയാലോ, സുബൈക്ക് ആദ്യം എഴുന്നേൽക്കുന്ന ആൾ എ.പി. ഉസ്താദ്. ഈ സക്കാബ് ഉസ്താദ് പറയട്ടെ, ആരാ സുബൈക്ക് മർക്കസിൽ വിളിച്ചോണ്ടത്? ഉസ്താദിന്റെ വലിയ തസ്ബീഹ്മാല. ആ തസ്ബീഹ്മാലി ചെല്ലിയിട്ട് ഉസ്താദ് കുട്ടികൾ കിടക്കുന്ന റൂമിന്റെ അടുത്ത് ആരാ അവസാനം ഉറങ്ങിയത്? എ.പി. ഉസ്താദ്. ആദ്യം ഉണർന്നത് ആരാ? അതാണ് ഞാൻ പറയുന്നത്. സുബ്ഹിയോട് അടുത്ത സമയം നബി മുഹമ്മദ് മുസ്തഫ. ഓ മുത്തു മുഅ്മിനുകളെ, ഉമ്മപങ്ങന്മാരെ, ആ സമയത്തെ നമ്മൾ ബഹുമാനിക്കണം. ആ സമയത്തെ നമ്മൾ ബഹുമാനിക്കണം. അത് വല്ലാത്തൊരു ബറക്കത്തുള്ള സമയമാണ്. അത് വല്ലാത്തൊരു റാഹത്തുള്ള സമയമാണ്. സ്വർഗലോകത്ത് നിന്ന് ഒരു വസന്തം, ഒരു സന്തോഷത്തിന്റെ റഹ്മത്തിന്റെ കാറ്റ് ഭൂമിയിലേക്ക് വരുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മളൊക്കെ തീരുമാനിക്കാം, അല്ലാഹ്, ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും സുബഹിയോട് അടുത്ത സമയം ബാങ്കിന്റെ 1/2 മണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റുകൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സ്വല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്, സ്വല്ലല്ലാഹു അലൈക യാ നബിയല്ലാഹ്, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് സലാം ചൊല്ലി അല്ലാഹു ഭാഗ്യം തരട്ടെ. ശരി, ഇനി നമുക്ക് ആ സംഭവം കിതാബുകൾ പറയട്ടെ. നമ്മളൊക്കെ മൗലൂദിനെ അങ്ങോട്ട് ഇരുന്നാൽ ഒരു അശറക്ക് ചെല്ലാഞ്ഞാൽ രാജിക്ക് ആ മൗലൂദ് ഒരു മട്ടം കിട്ടും. ഒരു മട്ടം കിട്ടില്ല. ഇത് നമ്മുടെ തൗഫീഖ് സ്റ്റോറാണ്. അതന്നെ ജിദ്ദയിൽ ഭയങ്കര കച്ചവടത്തിനേക്കാളും കൂടുതൽ സർക്കവും. അള്ളാഹു ആരോഗ്യം നിലനിർത്തിക്കൊള്ളു. ഇപ്പൊ കച്ചവടം ഉണ്ടോ? അവിടെ മോനുണ്ടോ? അവിടെ മോനോ പുതിയാപ്പിള ആരാള്? മോനുണ്ട്. അള്ളാഹു റഹ്മത്ത് കൊടുക്കണം. അങ്ങനെ കുറെ ആളുകളുണ്ട്. അപ്പൊ ഞാൻ ഒരാൾ ഓർമ്മപ്പെടുത്തില്ല. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഓർമ്മിക്കണം, ആ സമയത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ മാനിക്കണം. ഇനി ആ സമയം എപ്പോൾ നോക്കുക നിങ്ങൾ, നമ്മളൊക്കെ ഒരു അശറക്ക ചെല്ലുമ്പോഴാണ് ഉണ്ടാകരുത് മൗലൂദിനൊരു ദമ്മ് കൂടരുത്. അശറക്ക ഓതിയിട്ട് മൗലൂദിന് പോകണം. ഉസ്താദന്മാരൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ അല്ലേ? ഒരു അശറക്ക നമ്മളെ പെരക്കെ വിളിച്ചാൽ ഓതണം. അപ്പോഴേ പെണ്ണുങ്ങൾക്കൊക്കെ ഉഷാർ കിട്ടുള്ളൂ. പണ്ടൊരു മുതായാലും ആദ്യമായിട്ട് ഓതാൻ പോയത്. അപ്പൊ ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ ആ ഉമ്മ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഒരു യാസീൻ ഓതിയിട്ട് വരക്കണം. ഇവൻ ആദ്യം ഓതാൻ പോകുന്നുള്ളൂ. അപ്പോഴേക്കന്നെ യാസീൻ കാണാതെ കിട്ടൂലല്ലോ. അപ്പോ യാസീൻ ഓതാൻ പറഞ്ഞപ്പോൾ ഇവനക്ക് ഓതാൻ അറിയാം. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? കിട്ടുന്ന സൂറത്ത് ഇഖ്റ ബിസ്മി അതാണ് ഓതി. ഈ ഇഖ്റ ബിസ്മി ഇങ്ങനെ ഓതിയിട്ട് ഒരു പകുതി ആയപ്പോ ആ ഉമ്മാമ പറഞ്ഞു, മോനെ യാസീൻ എനിക്ക് പറഞ്ഞു, പക്ഷെ ഓതുന്നത് ഇങ്ങനെയല്ലാന്നാ തോന്നുന്നത്. അപ്പൊ അല്ലാഹു റബ്ബി എന്ന പോലെ നമ്മൾ അശറക്ക ബൈത്തും മറ്റോ കണ്ടല്ലോ. ആദ്യം എല്ലാവർക്കും ഒരു തല തുടങ്ങി വെച്ചാൽ എല്ലാവർക്കും ചെല്ലാനറിയാം. അത്ര രസത്തിലാണ് നമ്മൾ മൗലിദ് ഓതുന്നത് അല്ലേ? എല്ലാവർക്കും അറിയാം മൗലിദ് ഓതുന്നത്.